ഹായ് നമസ്കാരം. എല്ലാവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡുകളെ പറ്റിയാണ് കേട്ടോ. PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ആസിഡ് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആസിഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അതേപോലെ തന്നെ ബേസ്, pH ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആസിഡുകളെ പറ്റി കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2025 നടന്ന പരീക്ഷയിൽ ഈ ഒരു ഭാഗം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ നമ്മൾ അവസാനം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ് കണ്ടുനോക്കുക. എന്താണ് ആസിഡ്സ്? നോക്കിക്കേ, രാസപ്രവർത്തനം വഴി ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ആസിഡുകൾക്കുള്ള ഉദാഹരണം ഒരുപാട് അറിയായിരിക്കും അല്ലെ? HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതേപോലെ H2SO4 എന്താണ്? സൾഫ്യൂരിക് ആസിഡ്, HNO3 ഇതെല്ലാം എന്താണ്? ആസിഡുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇവരുടെയൊക്കെ പ്രത്യേകത എന്താണ്? രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥമാണ്. ഇനി മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തിയ ആസിഡ് ഏതാണ് എന്ന് ചോദിച്ചാൽ അസറ്റിക് ആസിഡ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തിയ ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. ഇനി വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡും ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വെച്ചേക്കുക. അസറ്റിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല CH3COOH ആണ്. CH3COOH എന്നുള്ളതാണ് അസറ്റിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല. അപ്പൊ നമ്മൾ പറഞ്ഞത് രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥത്തെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്. മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ചോദിച്ചാലും അസറ്റിക് ആസിഡ് ആണ്. ഇനി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ച് ഹൈഡ്രോണിയം അയോൺ നൽകുന്നവയാണ് ആസിഡ്. ഇനി മറ്റൊരു രീതിയിൽ നമ്മൾ ആസിഡിനെ ഡിഫൈൻ ചെയ്യുവാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ജലത്തില് H2O ലയിച്ചിട്ട് ഹൈഡ്രോണിയം അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? H+ അല്ലെ? അപ്പോ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ജലത്തിൽ ലയിച്ചിട്ട് H+ അയോണുകളെ പുറത്തേക്ക് വിടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ H+ അയോണുകളെ നൽകാൻ സാധിക്കുന്നവയാണ് ആസിഡ്. ഇപ്പൊ നമുക്കറിയാം HCl പോലെയുള്ള ആസിഡ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? HCl എന്ന് പറഞ്ഞാൽ H+ + Cl- അല്ലെ? കണ്ടോ, ഈ H+ നെയാണ് ഹൈഡ്രോണിയം അയോൺ എന്ന് പറയുന്നത്. ഇനി എല്ലാ ആസിഡുകളിലെയും പൊതു ഘടകം ആരാണ്? ഹൈഡ്രജൻ ആണ്. ഏത് ആസിഡ് വേണമെങ്കിലും ഉദാഹരണം നോക്കിക്കോ. HCl, H2SO4, പിന്നെന്താണ്? H3PO4 എന്താണ്? ഫോസ്ഫോറിക് ആസിഡ്, HNO3 ഏതിലെയും ഒരു കോമൺ ഘടകമാണ് എന്ത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ആസിഡ്സിനെ പറ്റി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് ഹൈഡ്രജനെ സ്വതന്ത്രമാക്കാൻ കഴിവുള്ള പദാർത്ഥങ്ങളാണ് ആസിഡ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ചിട്ട് ഹൈഡ്രോണിയം അയോണുകൾ അതായത് H+ അയോണുകളെ നൽകുന്നവയാണ് ആസിഡ്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ആസിഡിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ്. ആസിഡിനെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് സസ്യജന്യ ആസിഡുകൾ, അല്ലെങ്കിൽ അവരെ മറ്റൊരു പേരിൽ അറിയപ്പെടുവേ ഓർഗാനിക് ആസിഡ്സ്. എന്താണ്? ഓർഗാനിക് ആസിഡ്സ് എന്ന് അറിയപ്പെടും. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മിനറൽ ആസിഡ്. അപ്പോൾ ഇങ്ങനെ ഈ 2 ക്ലാസിഫിക്കേഷൻ, അതായത് സസ്യജന്യ ആസിഡുകൾ എന്നും അതേപോലെ മിനറൽ ആസിഡുകളും എന്നുള്ള ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്തിന്റെ ബേസിസിലാണ്? ഇവരുടെ സോഴ്സ്, ഈ ആസിഡുകളെ എവിടെ നിന്ന് കിട്ടുന്നു അല്ലെങ്കിൽ എവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് ക്ലാസിഫിക്കേഷൻ? ഓർഗാനിക് ആസിഡ്സ് അല്ലെങ്കിൽ മിനറൽ ആസിഡ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഓർഗാനിക് ആസിഡ് അല്ലെങ്കിൽ സസ്യജന്യ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ നിന്ന് അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതിന് ഉദാഹരണമാണ് സിട്രിക് ആസിഡ്. ഈ സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള നമ്മുടെ ലെമൺ, അതേപോലെ തന്നെ ഓറഞ്ച്, അതിലൊക്കെ ഉള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. അപ്പോൾ സിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു സസ്യജന്യ ആസിഡിന് ഉദാഹരണമാണ്. ഇനി അസറ്റിക് ആസിഡ്, അതേപോലെ നമ്മുടെ പുളിയിലുള്ളത് ടാർട്ടാറിക് ആസിഡ് ഒക്കെ എന്താണ്? സസ്യജന്യ ആസിഡുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ അവിടെ ഓർത്ത് വെക്കേണ്ടത് സസ്യജന്യ ആസിഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ആസിഡുകളെയാണ് സസ്യജന്യ ആസിഡുകൾ എന്ന് വിളിക്കുന്നത്. അതിന് ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയായിരുന്നു ഉദാഹരണങ്ങൾ? സിട്രിക് ആസിഡ് വരുന്നുണ്ട്, അതേപോലെ
ടാർട്ടാറിക് ആസിഡ് വരുന്നുണ്ട്, അസറ്റിക് ആസിഡ് വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു മിനറൽ ആസിഡുകളാണെന്ന് പറഞ്ഞു അല്ലെ. മിനറൽ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിക്കേ, ധാതുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, മിനറൽ ആസിഡ് എന്ന് വിളിക്കുന്നത്. അതായത് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ H2SO4 എന്താണ്, സൾഫ്യൂരിക് ആസിഡ്, HNO3 എന്താണ്, നൈട്രിക് ആസിഡ്, പിന്നെ HCl എന്താണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ഇതെല്ലാം എന്താണ്, മിനറൽ ആസിഡുകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ക്ലിയർ ആയല്ലോ. സസ്യജന്യ ആസിഡുകൾ അല്ലെങ്കിൽ ഓർഗാനിക് ആസിഡ്സ് എന്നും മിനറൽ ആസിഡ്സ് എന്നുമാണ് ആസിഡ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇത് എന്തിന്റെ ബേസിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഏത് സോഴ്സിൽ നിന്നാണോ അവരെ ലഭിക്കുന്നത് അതിന്റെ ബേസിസിലാണ്. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നുണ്ട്, അതായത് ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ ബേസിസിൽ ആറ്റത്തിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഹൈഡ്രജനെ ഉള്ളെങ്കിൽ നമ്മൾ മോണോബേസിക് ആസിഡ്സ് എന്ന് വിളിക്കും. രണ്ട് ഹൈഡ്രജൻ ആണ് ഉള്ളതെങ്കിലോ, നമ്മൾ ഡൈബേസിക് ആസിഡ് എന്ന് വിളിക്കും. ഇനി 3 ഹൈഡ്രജൻ ആണ് ഉള്ളെങ്കിലോ ട്രൈബേസിക് ആസിഡ് എന്നായിരിക്കും വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണത്തിൽ അല്ലെങ്കിൽ ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആസിഡുകളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണത്, ഏകബേസികം അഥവാ മോണോബേസിക്, ദ്വിബേസികം അഥവാ ഡൈബേസിക്, ദെൻ ട്രൈബേസിക്. അപ്പൊ മോണോബേസിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഞാൻ എക്സാമ്പിൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, കാര്യം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് മോണോബേസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മോണോബേസിക് എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റം മാത്രമായിരിക്കും ഉള്ളത് അല്ലെ, ഒരു ഹൈഡ്രജൻ ആറ്റം മാത്രമുള്ളതിനെയാണ് നമ്മൾ മോണോബേസിക് എന്ന് പറയുന്നത്. ഇവിടെ എടുത്ത് നോക്കിക്കോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl എത്ര ഹൈഡ്രജൻ ഉണ്ട്, ഒരൊറ്റ ഹൈഡ്രജനേ ഉള്ളൂ. പിന്നെ അടുത്ത എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഏതാണ്, HNO3യുടെ ഫോർമുലയിൽ നോക്കിക്കേ, ഒരൊറ്റ ഹൈഡ്രജനേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്, ഇതെല്ലാം ഏകബേസികം അല്ലെങ്കിൽ മോണോബേസിക് ആസിഡുകൾക്ക് ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈബേസിക് ആസിഡ്. അപ്പൊ ഡൈ എന്ന് പറയുമ്പോഴേ അറിയാം, രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും അല്ലെ. എക്സാമ്പിൾസ് നോക്കിക്കോ, H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡ്, കണ്ടോ ഫോർമുലയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, രണ്ട് ഹൈഡ്രജൻ ഉണ്ട്. അടുത്തതോ കാർബോണിക് ആസിഡിന്റെ ഫോർമുല എന്താണ്, H2CO3. അവിടെയും എത്ര ഹൈഡ്രജനാ ഉള്ളത്, രണ്ട് ഹൈഡ്രജനാ ഉള്ളത്. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തത് അപ്പൊ എന്തായിരിക്കും, ട്രൈബേസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 3 ഹൈഡ്രജൻ ആറ്റംസ് ഉള്ളതായിരിക്കും എന്ത്, ട്രൈബേസിക് ആസിഡ് എന്ന് പറയുന്നത് അല്ലെ. അതിന് ഉദാഹരണമാണ് H3PO4. എത്ര ഹൈഡ്രജൻ ഉണ്ട്, 3 ഹൈഡ്രജൻ ഉണ്ട്. H3PO4ന്റെ പേരെന്താണ്, ഫോസ്ഫോറിക് ആസിഡ്. H3PO4 എന്ന് പറഞ്ഞാൽ ഫോസ്ഫോറിക് ആസിഡ്. അപ്പൊ നമ്മൾ ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ കണ്ടു സോഴ്സിന്റെ ബേസിസിൽ ഓർഗാനിക് ആസിഡ് എന്നും മിനറൽ ആസിഡ് എന്നും തിരിച്ചു. അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ബേസിസിലായിരുന്നു. അതെന്തൊക്കെയായിരുന്നു, മോണോബേസിക്, ഡൈബേസിക് ആൻഡ് ട്രൈബേസിക്. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ബേസിസിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത കുറച്ച് പോയിന്റ്സ് നോക്കാം. ആസിഡുകൾ പ്രവർത്തനശേഷി കൂടിയ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ പരീക്ഷകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ആസിഡുകൾ മെറ്റൽസുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഏത് ഗ്യാസ് ആണ് ഉണ്ടാവുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്, ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പം ഓർത്തു വെച്ചോണം, ആസിഡ്സ് പ്ലസ് മെറ്റൽസ് എന്തായിരിക്കും, ഹൈഡ്രജൻ അഥവാ H2 ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നുവെന്ന് കണ്ടെത്തിയത് ആരാണ്, ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പൊ ആ പോയിന്റ് കൂടെ ഓർത്തു വെച്ചോണം, ലോഹങ്ങൾ ഇത്തരത്തിൽ ആസിഡുമായി പ്രവർത്തിക്കുന്ന സമയത്ത് എന്തുണ്ടാവുന്നു, ഹൈഡ്രജൻ ഉണ്ടാവുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പൊ ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാലും അത് ആരാണ്, അതും ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പൊ 2 പോയിന്റ് അവിടെ പഠിച്ചോണം, ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. പിന്നെയോ ഹൈഡ്രജൻ കണ്ടെത്തിയ സയന്റിസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ അതും ഹെൻറി കാവൻഡിഷ് ആണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ, ആസിഡുകൾ കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാവുന്നു. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ആസിഡുകളും മെറ്റലും തമ്മിൽ ചേർന്നാൽ ഏത് വാതകമാണ് ഉണ്ടാവുന്നത്, നമ്മൾ പറഞ്ഞു ഹൈഡ്രജൻ വാതകമാണെന്ന് പറഞ്ഞു അല്ലെ. എന്ന് പറഞ്ഞ പോലെ ആസിഡ്സും അതേപോലെ
കാർബണേറ്റുകളും തമ്മിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് കേട്ടോ. ഇനി ഈ വാതകം, ഏത് വാതകം? ഈ CO2, ഈ വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കടത്തി വിടുമ്പോഴുള്ള നിരീക്ഷണം എന്തായിരിക്കും? എന്തായിരിക്കും? ചുണ്ണാമ്പ് വെള്ളം പാൽ നിറമാവുന്നു, അല്ലെ? ലൈം വാട്ടർ ടേൺസ് മിൽക്കി. ഇതൊക്കെ നമ്മുടെ NCERT പാഠപുസ്തകങ്ങളിലൊക്കെ എടുത്ത് പറയുന്നതാണ്. അപ്പൊ നോട്ട് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറയാനുള്ള 2 പോയിന്റ്സ്. എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആസിഡുകൾ ഏതുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്? കാർബണേറ്റുകളുമായിട്ട് ആസിഡ് പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്നതാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ്. മെറ്റലുമായിട്ട് ആസിഡ് പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്ന എന്താണ്? H2 അല്ലെങ്കിൽ ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വെച്ചേക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓരോ ആസിഡുകളെ എടുത്ത് അവരുടെ പ്രത്യേകതകൾ, അവരെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ഒക്കെയാണ്. ഇതൊക്കെയാണ് പലപ്പോഴും പരീക്ഷകളിൽ ചോദിച്ചു കാണാറുള്ളത്. അപ്പോൾ ആദ്യം നോക്കിക്കോ, സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താന്ന് പറഞ്ഞേ? H2SO4 ആണ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ഇത് ഏതിന് ഉദാഹരണമാണ്? ഒരു ഡൈബേസിക് ആസിഡിന് ഉദാഹരണമാണ്. ഇനി ബാക്കി നോക്കിക്കേ, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ്. കിങ് ഓഫ് കെമിക്കൽസ്. കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. പിന്നെയോ ഓയിൽ ഓഫ് വിട്രിയോൾ. ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ്. അതേപോലെ ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. പിന്നെയോ സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അത് അറിയപ്പെടുന്നതാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിലോ കോണ്ടാക്ട് പ്രോസസ്. കോണ്ടാക്ട് പ്രോസസ് എന്നുള്ള പേര് ഓർത്തിരുന്നാൽ മതിയേ. അപ്പൊ സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ് എന്നാണ് സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കോണ്ടാക്ട് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ആ ഒരു കാറ്റലിസ്റ്റ് ഏതാണെന്നുള്ളത്, അത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. V2O5 ആണ്. ഇത് നമ്മുടെ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിലൊക്കെ വനേഡിയം പെന്റോക്സൈഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത പോയിന്റ് ആണ്, സ്റ്റോറേജ് ബാറ്ററികൾ ഉണ്ടല്ലോ, ഈ സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? H2SO4 ആണ്. ഇനി കാർ ബാറ്ററികളിൽ അപ്പോൾ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അത് H2SO4 ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നു, ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നു, സൾഫ്യൂരിക് ആസിഡ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ആണ് കോണ്ടാക്ട് പ്രോസസ് എന്നറിയപ്പെടുന്നത്, സ്റ്റോറേജ് ബാറ്ററികളിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാർ ബാറ്ററികളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത നമ്മൾ പറഞ്ഞു അസറ്റിക് ആസിഡ്, അല്ലെ? അസറ്റിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? CH3COOH ആണ്, അല്ലെ? മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തിയ ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതും അസറ്റിക് ആസിഡ് ആണ്. ഇനി എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നു. എന്താണ്? IUPAC നെയിമിംഗ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. എഥനോയിക് ആസിഡ്. അതെങ്ങനെയാണ് ആ എഥനോയിക് ആസിഡ് എന്നുള്ള പേര് വന്നതെന്ന് നോക്കിക്കേ. നമ്മൾ പറഞ്ഞു കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? CH3COH ആണെന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ ഇവിടെ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ 2 കാർബൺ ആറ്റം ഉണ്ട്, അല്ലെ? 2 കാർബൺ ആറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? എത്ത്, അല്ലെ? അപ്പൊ ഇവിടെ ആസിഡ് ആയതുകൊണ്ട് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? എഥനോയിക് ആസിഡ് എന്ന് വിളിക്കുന്നു. എഥനോയിക് ആസിഡ് എന്ന് വിളിക്കുന്നു. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇങ്ങനത്തെ നെയിമിംഗ് പഠിക്കുന്നുണ്ട്. അവിടെ ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണേ. അതായത് ഒരു കാർബൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മെത്ത് എന്നാണ് വിളിക്കുന്നത്. മെത്ത് എന്നാണ് വിളിക്കുന്നത്. 2 കാർബൺ വന്നിട്ടുണ്ടെങ്കിലോ എത്ത് എന്ന് വിളിക്കും. 3 കാർബൺ വന്നിട്ടുണ്ടെങ്കിൽ പ്രൊപ്പ് എന്ന് വിളിക്കും. 4 ആണെങ്കിലോ ബ്യൂട്ട് എന്ന് വിളിക്കും. 5 ആണെങ്കിലോ പെന്റ് എന്ന് വിളിക്കും. 6 ആണെങ്കിൽ ഹെക്സ് ആൻഡ് സോ ഓൺ. അപ്പൊ ഇങ്ങനെ പോകും. അപ്പം ഇവിടെ ഫോർമുലയിലേക്ക് വന്നേ 2 കാർബൺ ഉള്ളത് കൊണ്ടാണ് അസറ്റിക് ആസിഡിനെ നമ്മൾ എഥനോയിക് ആസിഡ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ എന്താ പറഞ്ഞതെന്നുള്ളത്? സോ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ ആസിഡാണ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. എഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡും അസറ്റിക് ആസിഡ് ആണ്. അടുത്തതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫോർമുല എന്താ? HCl ആണ്, അല്ലെ? എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? ഒരൊറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? മോണോബേസിക് ആസിഡ് ആണ്. നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞു മോണോബേസിക് ആസിഡിന് ഉദാഹരണമാണ് ഏത്? ഈ HCl എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ പോയിന്റ് ആണ്
ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ്. ആ ഒരു പേര് ആ ഒരു കെമിക്കൽ ഫോർമുല കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഓക്സിജൻ അടങ്ങാത്ത ഒരേ ഒരു ആസിഡ് എന്ന് പറയുന്നത് ഏതാണ്? HCl ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്നു. അപ്പൊ മ്യൂറിയാറ്റിക് ആസിഡ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? അത് HCl ആണ്. അടുത്തതോ സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നു. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്താണ്? സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. പിന്നെയോ ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അതും HCl ആണ്. അതേപോലെ ദഹനത്തിന് സഹായിക്കുന്ന, നമ്മുടെ ഡൈജഷനെ സഹായിക്കുന്ന, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ആസിഡ് ഏതാണ്? അതും HCl ആണ്. സോ അപ്പോൾ നമ്മൾ HCl നെ പറ്റി പറഞ്ഞത് ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ആണ്, മ്യൂറിയാറ്റിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത്, സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നു, ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ്, ദഹനത്തിന് സഹായിക്കുന്ന അല്ലെങ്കിൽ ഡൈജഷന് സഹായിക്കുന്ന ആസിഡ് ആണ്. ഇനി അടുത്തതാണ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് എന്നാണ്? HNO3 ആണ് നൈട്രിക് ആസിഡ് അല്ലെ. ഒരൊറ്റ ഹൈഡ്രജൻ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. സോ ഇത് എന്തിന് ഉദാഹരണമാണ്? ഒരു മോണോബേസിക് ആസിഡിന് ഉദാഹരണമാണ്. മോണോബേസിക് ആസിഡിന് ഉദാഹരണമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അക്വാഫോർട്ടീസ് എന്ന് അറിയപ്പെടുന്നു. അക്വാഫോർട്ടീസ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏതാണ്? അത് നൈട്രിക് ആസിഡ് ആണ്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ, പ്രോട്ടീനിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അതും നൈട്രിക് ആസിഡ് ആണ്. ഇനി സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്നത്, പ്യൂരിറ്റി ഓഫ് ഗോൾഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? അതും നൈട്രിക് ആസിഡ് ആണ്. പിന്നെയോ വായുവിൽ പുകയുന്ന ആസിഡ് ആണ് നൈട്രിക് ആസിഡ്. അപ്പൊ നമ്മൾ പറഞ്ഞത് അക്വാഫോർട്ടീസ് എന്നറിയപ്പെടുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആണ്. പ്രോട്ടീനിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആണ്. സ്വർണത്തിന്റെ ശുദ്ധത പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്ന ആസിഡ് നൈട്രിക് ആസിഡ് ആണ്. ദെൻ വായുവിൽ പുകയുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, നൈട്രിക് ആസിഡ് തൊലിപ്പുറത്ത് മഞ്ഞ നിറമാകുന്നതിന് കാരണം തൊലിയിലെ പ്രോട്ടീനുമായി പ്രവർത്തിച്ച് സാന്തോപ്രോട്ടിക് ആസിഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ശ്രദ്ധിച്ചു വെക്കണേ. നൈട്രിക് ആസിഡ് തൊലിപ്പുറത്ത് മഞ്ഞ നിറമാവും, അതായത് നമ്മുടെ സ്കിന്നിൽ എവിടെയെങ്കിലും നൈട്രിക് ആസിഡ് വീണിട്ടുണ്ടെങ്കിൽ ഏത് കളർ ആവും എന്ന് ചോദിച്ചാൽ യെല്ലോ കളർ ആണ് ആവുന്നത്. ഇങ്ങനെ യെല്ലോ കളർ ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്കിന്നിലുള്ള പ്രോട്ടീനുമായിട്ട് പ്രവർത്തിക്കും. എന്നിട്ട് എന്തുണ്ടാക്കും? അത് ഇമ്പോർട്ടന്റ് ആണ്, സാന്തോപ്രോട്ടിക് ആസിഡ് ഉണ്ടാക്കും. എന്താണ്? സാന്തോപ്രോട്ടിക് ആസിഡ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞ നിറം കാണുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണ് നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. കോണ്ടാക്ട് പ്രോസസ് എന്തിന്റെ ആയിരുന്നു? കോണ്ടാക്ട് പ്രോസസ് ഫോർ H2SO4 സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നൈട്രിക് ആസിഡിന്റെ പ്രിപ്പറേഷന് വേണ്ടിയുള്ളതാണ്. ഇനി സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൈട്രിക് ആസിഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്, ഓരോ പോയിന്റും നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നൈട്രിക് ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നത് രാസവളങ്ങളുടെ നിർമ്മാണത്തിനാണ്. ഓക്കെ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നൈട്രിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നതും നൈട്രിക് ആസിഡ് ആണ്. ഓക്സികാരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആണ് അല്ലെ. ഓക്സികാരി എന്ന് പറഞ്ഞാൽ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നിരോക്സികാരി എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജന്റ് ആണ്. അപ്പോൾ റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് ആണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു പോയിന്റ്, സ്വർണം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതേപോലെ ഉത്കൃഷ്ട ലോഹങ്ങളെ ലയിപ്പിക്കുന്ന അക്വാറീജിയ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നതും നൈട്രിക് ആസിഡ് ആണ്. അപ്പോൾ ഉത്കൃഷ്ട ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉത്കൃഷ്ട ലോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സിൽവർ, അതേപോലെ തന്നെ ഗോൾഡ്, ഇതൊക്കെ എന്താണ്? ഈ ഗോൾഡിനെ പോലും ലയിപ്പിക്കാൻ കഴിവുള്ള
ഇനി അടുത്ത പോയിന്റ് ആണ് ഉത്കൃഷ്ട ലോഹങ്ങളെ ലയിപ്പിക്കുന്ന അക്വാ റീജിയ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. ഈ അക്വാ റീജിയയിൽ ഗോൾഡ് പോലും ലയിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് അക്വാ റീജിയ എന്ന് പറഞ്ഞത്. അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ പെയിന്റ്, ഡൈ തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? നൈട്രിക് ആസിഡ് ആണ്. അപ്പൊ എവിടെയൊക്കെയാണ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോമിക് ആസിഡിനെ പറ്റിയാണ്. എന്താണ്? ഫോമിക് ആസിഡിനെ പറ്റിയാണ്. ഇത് ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ്. അതേപോലെ റബ്ബർ പാല് കട്ടി കൂട്ടുവാനായിട്ട് ചേർക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഫോമിക് ആസിഡ് ആണ്. അപ്പൊ ഉറുമ്പിന്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെയോ റബ്ബർ പാല് കട്ടി കൂട്ടുവാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നു. കണ്ടു, ഈ IUPAC നെയിം വെച്ചിട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പം അതായത് ജനറൽ നെയിം ഇപ്പൊ ഫോമിക് ആസിഡ് എന്നൊക്കെ ആണെങ്കിലും ഈ ഫോമിക് ആസിഡിന്റെ IUPAC നെയിം ഏത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ വേറെ ഒരു അനദർ നെയിം ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഥനോയിക് ആസിഡ് ആണ്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫോമിക് ആസിഡ്, മെഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ കെമിക്കൽ ഫോർമുല വരുന്നത് ആദ്യം മനസ്സിലാക്കുക. HCOOH എന്നുള്ളതാണ് നമ്മുടെ ഫോമിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എത്ര കാർബൺ ആണുള്ളത്? ഒരേ ഒരു കാർബൺ ആണുള്ളത് അല്ലെ? അപ്പൊ ഒരു കാർബൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു മെത്ത് എന്നാണ് അതിന്റെ ആ ഒരു റൂട്ട് വരുന്നതെന്ന് പറഞ്ഞു. സോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ HCOOH വന്നപ്പോൾ മെത്തിലെ METH മെത്ത് വരും. മെത്ത് എന്ന് പറഞ്ഞാൽ ഫോർ എന്താണ്? C1 ഉള്ളൂ എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ മെത്തനോയിക് ആസിഡ്, അത് ആ ഒരു നെയിമിങ്ങിന്റെ രീതി ഇങ്ങനെയാണ്. മെത്തനോയിക് ഇപ്പൊ ആസിഡ് ആയിട്ടുണ്ടെങ്കിൽ ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോക്സിലിക് ആസിഡ് ഫാമിലിയിൽ വരുന്ന ആളാണ്. അപ്പൊ കാർബോക്സിലിക് ആസിഡ്സ് വന്നാൽ പേര് കൊടുക്കേണ്ടത് ആ ഒരു വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ മെത്ത് എന്നുള്ളതാണ് വേർഡ് റൂട്ട്. പ്ലസ് ഓയിക് ആസിഡ് എന്നാണ് ആ ഒരു നെയിമിങ്ങിന്റെ റൂൾ അനുസരിച്ച് നമ്മൾ എഴുതുന്നത്. അപ്പൊ ആ നെയിമിംഗ് ഒന്നും ഒരുപാട് ഇവിടെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സിലബസിലൊന്നും ഇല്ലാത്ത കാര്യം, ഉള്ളതല്ല, നമ്മുടെ സിലബസിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നെയിമിങ്ങിനെ പറ്റി ഒരുപാട് പഠിച്ചു പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. മെഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോമിക് ആസിഡ് ആണ്. എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു. എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ് ആണ്. അപ്പൊ ആ കാര്യം മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ. ഇനി അടുത്തത് പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഇനി കുറച്ച് ആസിഡ്സിനെ പറ്റി നമ്മൾ പറയുകയാണെ. ലാക്റ്റിക് ആസിഡ്. പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. പിന്നെയോ ഗ്ലാസ് ലയിക്കുന്ന ആസിഡ്. നോട്ട് ചെയ്ത് വെച്ചോടെ, ഗ്ലാസിനെ ലയിപ്പിക്കാൻ കഴിയുന്ന ആസിഡ് ആണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. HF എന്നാണ് കെമിക്കൽ ഫോർമുല വരുന്നത്. ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ദെൻ 12 അതിൽ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഓർഗാനിക് ആസിഡുകളെ നമ്മൾ ഫാറ്റി ആസിഡ്സ് എന്ന് വിളിക്കും. പിന്നെയോ മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു മഷിക്കറ മായ്ക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ് ആണെന്നുള്ള പോയിന്റും, അതേപോലെ ഗ്ലാസ് ലയിക്കുന്ന ആസിഡ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ആണെന്നുള്ള പോയിന്റും. ഇത് രണ്ടുമാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇനി അടുത്തത് കുപ്പിപ്പാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകളാണ് ഫോസ്ഫോറിക് ആസിഡും സിട്രിക് ആസിഡും. അപ്പോൾ കുപ്പിപ്പാനീയങ്ങളിലൊക്കെ അടങ്ങിയിട്ടുള്ളത് എന്താണ്? ഫോസ്ഫോറിക് ആസിഡും സിട്രിക് ആസിഡും ആണ്. പിന്നെ അടുത്തൊരു പോയിന്റ് ആണ് മാനസിക രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആസിഡാണ് LSD. ഈ LSDയുടെ ഫുൾ ഫോം കൂടെ ഓർത്ത് വെച്ചേക്കുക. ലൈസർജിക് ആസിഡ് ഡൈ എത്തിലമൈഡ് എന്നുള്ളതാണ് LSDയുടെ ഫുൾ ഫോം. അപ്പൊ മാനസിക രോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? LSD ആണ്. ഇനി നമ്മുടെ കുറച്ച് വിറ്റാമിനുകൾ, ഈ ആസിഡിക് ആയിട്ടുള്ള കുറച്ച് വിറ്റാമിനുകൾ ഉണ്ട്. അതിന്റെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം നോർമലി നമ്മുടെ വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, K ഉണ്ട്. അപ്പൊ അതിൽ ഈ ഒരു ആസിഡുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. ഈ ബിക്ക് തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. B3, B5, B9 ഒക്കെ ഉണ്ടെന്നുള്ളത്. അതിൽ അസിഡിക് ആയിട്ട് വരുന്നത് വിറ്റാമിൻ B3. B3യുടെ പേരെന്താണ്? നിക്കോട്ടിനിക് ആസിഡ് എന്നാണ്. പിന്നെ വിറ്റാമിൻ B5 പാൻറ്റോതെനിക് ആസിഡ് എന്നാണ്. വിറ്റാമിൻ B9 ഫോളിക് ആസിഡ് എന്നാണ്. അപ്പൊ അത് മൂന്നും പഠിച്ചു വെച്ചേക്കുക. വിറ്റാമിൻ B3 എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കോട്ടിനിക് ആസിഡ് ആണ്. പിന്നെയോ വിറ്റാമിൻ B5 എന്ന് പറഞ്ഞാൽ പാൻറ്റോതെനിക് ആസിഡ് ആണ്. വിറ്റാമിൻ B9 എന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് വിറ്റാമിൻ C ആണ്. വിറ്റാമിൻ സിനെയാണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? വിറ്റാമിൻ C ആണ്.
ഇനി അടുത്തതാണ് ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായിട്ടുള്ള ആസിഡ്. ഏതാണ്? സൾഫെനിക് ആസിഡ് ആണ്. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായിട്ടുള്ള ആസിഡ് ഏതാണ്? സൾഫെനിക് ആസിഡ് ആണ്. പിന്നെയോ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് സിട്രിക് ആസിഡ് ആണ്. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് സിട്രിക് ആസിഡും അതേപോലെ ബെൻസോയിക് ആസിഡും ഉണ്ട്. രണ്ടും ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി മഷി, അതേപോലെ തുകല്, ഇതുപോലെയുള്ളവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ടാനിക് ആസിഡ് ആണ്. ഏതാണ്? ടാനിക് ആസിഡ് ആണ്. അപ്പൊ ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായിട്ടുള്ള ആസിഡ് ഏതാണ്? സൾഫനിക് ആസിഡ് ആണ്. ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡും ബെൻസോയിക് ആസിഡും ആണ്. മഷി, തുകല് പോലുള്ളവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ടാനിക് ആസിഡ് ആണ്. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് കുറച്ച് പദാർത്ഥങ്ങളും അതിൽ ഏത് ആസിഡ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഇതും പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിച്ചു കാണാറുള്ളതാണ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് മാലിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിട്ടുള്ളത് മാലിക് ആസിഡ്. ഇനി പുളി, അതേപോലെ മുന്തിരി, ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ടാർട്ടാറിക് ആസിഡ്. നമ്മൾ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, അതെ, ഓർഗാനിക് ആസിഡുകളിൽ വരുന്ന ഒരു ആസിഡാണ് ടാർട്ടാറിക് ആസിഡ് എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ അതേപോലെ തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ്. തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡ് ആണ്. ദെൻ കൊഴുപ്പ്, അതേപോലെ എണ്ണ, ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് സ്റ്റിയറിക് ആസിഡ്. കൊഴുപ്പ്, എണ്ണ ഇവയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് സ്റ്റിയറിക് ആസിഡ്. അടുത്തതോ തേയിലയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ടാനിക് ആസിഡ്. നമ്മൾ പറഞ്ഞത് ആപ്പിളിലുള്ളത് മാലിക് ആസിഡ്, പുളി, മുന്തിരി ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് ടാർട്ടാറിക് ആസിഡ്, തക്കാളിയിൽ അടങ്ങിയിട്ടുള്ളത് ഓക്സാലിക് ആസിഡ്, കൊഴുപ്പ്, എണ്ണ ഇവയിലൊക്കെ അടങ്ങിയിട്ടുള്ളത് സ്റ്റിയറിക് ആസിഡ്. ദെൻ തേയിലയിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? ടാനിക് ആസിഡ് ആണ്. ഇനി നെല്ലിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ഫൈറ്റിക് ആസിഡ്. ഏതാണ്? ഫൈറ്റിക് ആസിഡ്. അതേപോലെ ഉറുമ്പ്, തേനീച്ച ഇവയുടെയൊക്കെ ശരീരത്തിലുള്ളതാണ് ഫോർമിക് ആസിഡ്. നാരങ്ങ, ഓറഞ്ച് ഇതിലൊക്കെ ഉള്ളത് ഏതാണ്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. സിട്രിക് ആസിഡ്, നാരങ്ങ, ഓറഞ്ച് പോലെയുള്ള സിട്രസ് ഫ്രൂട്ട്സിലുള്ളതാണ് സിട്രിക് ആസിഡ്. ദെൻ തൈര്, മോര് ഇതിലൊക്കെയുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഇനി മാംസ്യത്തിലുള്ള ആസിഡാണ് അമിനോ ആസിഡ്സ്. മാംസ്യത്തിലുള്ള ആസിഡ് ഏതാണ്? അമിനോ ആസിഡ് ആണ്. പിന്നെ അതേപോലെ വെണ്ണ, നെയ്യ് ഇതിലൊക്കെയുള്ള ആസിഡാണ് ബ്യൂട്ടൈറിക് ആസിഡ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. വെണ്ണ, നെയ്യിലൊക്കെയുള്ള ആസിഡ് ഏതാണ്? ബ്യൂട്ടൈറിക് ആസിഡ് ആണ്. എന്നാൽ നമ്മുടെ തൈര്, മോര് അതുപോലെയുള്ളതിലൊക്കെ ഉള്ളത് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. സോ രണ്ടും മാറിപ്പോകരുത്. ഇനി മണ്ണിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹ്യൂമിക് ആസിഡ് ആണ് മണ്ണിൽ അടങ്ങിയിട്ടുള്ളത്. വിനാഗിരിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അസറ്റിക് ആസിഡ് ആണ്. ദെൻ ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ആണ് ഓക്സാലിക് ആസിഡ്. അപ്പൊ മണ്ണിൽ ഹ്യൂമിക് ആസിഡ്, ചോക്ലേറ്റിൽ ഓക്സാലിക് ആസിഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആസിഡുമായിട്ട് പഠിക്കാനുള്ളത്. സോ നമുക്കൊരു പ്രീവിയസ് ഇയർ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസിൽ ബോറിക് ആസിഡ് ഉണ്ട്, സൾഫ്യൂറിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, കാർബോണിക് ആസിഡ് ഉണ്ട്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. നൈട്രിക് ആസിഡ് ആണ് സ്വർണ്ണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ശുദ്ധത അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം: വിനീഗർ അതായത് വിനാഗിരിയിൽ പ്രധാനമായുള്ള ആസിഡ് ഏത് എന്നാണ്. ഏതാണ് വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്? അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസറ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളതാണ് സിട്രിക് ആസിഡ്. ഉറുമ്പിലുള്ള ആസിഡാണ് ഫോമിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് എന്നാൽ എന്താണ്? പാല്, തൈര് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ ഇതിലൊക്കെ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസിലുള്ള ബാക്കിയുള്ള ആസിഡുകളും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ സ്ഥിരം PSC ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. ടാർട്ടാറിക് ആസിഡ് കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഏത് ഭക്ഷണത്തിൽ? മുന്തിരി, പാല്, തേങ്ങ, പഴം. ഏതിലാണ്? പുളിയുള്ളതിലാണ് അല്ലേ ടാർട്ടാറിക് ആസിഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇവിടെ ഏത് വരും? ഓപ്ഷൻ എ ആണ്, മുന്തിരിയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതേപോലെ നമ്മുടെ പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? നമ്മുടെ എന്താണ് നമ്മുടെ സാധാരണ പുളി ഉണ്ടല്ലോ, ആ പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണെന്ന് ചോദിച്ചാലും ടാർട്ടാറിക് ആസിഡ് ആണ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്: സൾഫ്യൂറിക് ആസിഡിന്റെ രാസസൂത്രം ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് എന്നാൽ എന്താണ്? H2SO4 ആണ്. ഒരു ഡൈ ബേസിക് ആസിഡ് ആണ് അല്ലെ. 2 H+ അയോണുകളുള്ള ഒരു ആസിഡ് ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് നമുക്കിന്ന് നോക്കാനുള്ളത്. സോ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.